ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ എന്താ റമദാൻ ഡേ 1 നോമ്പ് തുറക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് എന്താ സമൂസ, സ്പ്രിംഗ് റോള്, പിന്നെ ഒനിയൻ പക്കോട ഉണ്ടല്ലോ, അതൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 kg ചിക്കൻ ബ്രെസ്റ്റ് വാങ്ങിയിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോയ സോസും പിന്നെ കുറച്ച് മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം സോയ സോസിൽ ഉപ്പുണ്ടാകും, അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഇത് ഒരുമിച്ച് ഇങ്ങനെ വേവിച്ചിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ഓരോന്നിനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിവിടെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ടാക്കി കൊടുക്കുവാണ്. ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് രാത്രിത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടും പിന്നെ സമൂസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെയുള്ള വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ പാൻ വെച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റ് സമൂസ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 സവോളയാണ്, വലിയ സവോളയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, 3 സവോള. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോഴേക്കും കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ സോയ സോസും ഉപ്പും ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. സവാള ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സവാള ഇപ്പോൾ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ടൊരു നല്ല വഴഞ്ഞ് ഒരു ഫ്രൈ അല്ല, അതിന് മുന്നേ ഉള്ള ആ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ നല്ല ഒരുപാട് വാടാണ്ട് അങ്ങനെ എടുക്കും, ഇപ്പോൾ കടിക്കാനായിട്ട് കിട്ടും. ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടിയാണ് ആഡാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാൻ ആഡാക്കുന്നുള്ളൂ. ഇങ്ങനെ ആഡാക്കിയിട്ട് നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഈ മസാലേൻ്റെ ഒരുപാട് കുത്തും കാര്യങ്ങളും ഒന്നും വരാണ്ട് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് അടുത്തതായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുവാണ്. ഞാൻ ആക്ച്വലി സമൂസ അപ്പുറത്ത് വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം വീഡിയോയിലായതുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. മറ്റത് ഓരോ അടുപ്പിലായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനായിട്ട് 3 സവോളയും പിന്നെ 2 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഒത്തിരി ഇത് പറയുന്നില്ല, ബിക്കോസ് ഞാൻ നേരത്തെ തന്നെ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴേക്കും പിന്നെ തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് തക്കാളി നല്ലതുപോലെ മാഷാക്കി പിന്നെ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കയറി കണ്ട് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മക്കളുണ്ട്, ഇക്ക ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ആർക്കും പോകണ്ട. ഇപ്പോൾ കുറേ നാളായിട്ടോ ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ നോമ്പ് തുറ. എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഞാൻ ചിലപ്പോൾ നാട്ടിലായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞതിനൊക്കെ ആണെങ്കിൽ ഇക്കയുടെ ഉമ്മയും വാപ്പായും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മക്കളുണ്ടായതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മാത്രമായിട്ടൊരു നോമ്പ് തുറ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം നല്ല രീതിയിൽ പോട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ചിക്കൻ അപ്പോൾ അവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഇനി അടുത്ത് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പാനിലേക്ക്.
അത് കഴിഞ്ഞിട്ട് ഒരു സവോള കട്ടാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യാബേജ് ചെറുതായിട്ട് കട്ടാക്കിയതും ക്യാരറ്റ് ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പം ഇത് 3 വെജിറ്റബിൾസുമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം, സ്പ്രിങ് ഓണിയൻ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് ഒരുപാട് വെന്ത് വരണ്ട, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഈ സ്പ്രിങ് റോളിൻ്റെ ഇതിൽ. അപ്പം അടച്ച് വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പം വെജിറ്റബിൾസ് എല്ലാം പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ആക്കുന്നുണ്ട്, പിന്നെ സോയ സോസും. ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോയ സോസും കൂടി ഒഴിച്ച് എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കുക. ഈ സോസൊക്കെ ഈ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ മിക്സ് ആകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ സ്പ്രിങ് റോൾ ആണെങ്കിലും പിന്നെ സമൂസ ആണെങ്കിലും ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കി നമ്മൾ ഇത് ഷീറ്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസ് ചെയ്ത് ഒരു 3-4 ദിവസത്തേക്കൊക്കെ യൂസ് ആക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല. ഇപ്പോൾ അതിൽ ചിക്കൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്കും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടും ഈ സോസൊക്കെ ചിക്കനിലൊക്കെ വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സമൂസയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസയുടെ അല്ല, സ്പ്രിങ് റോളിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി പക്കോട ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മക്കളും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് സംശയമായിരുന്നു. എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് ഓപ്പോസിറ്റുള്ള ഫാമിലി ഉണ്ട്, പാകിസ്ഥാനി ഫാമിലിയാണ്, അവർക്കും കൂടി നമ്മൾ കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കൂടുതലാക്കി വെക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഈ ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഈ ഷീറ്റ് നമ്മൾ 1 മണിക്കൂർ മുന്നേയൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങനെ വിട്ട് വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ കോൺ രൂപത്തിൽ മടക്കിയിട്ട് ഈ ഫില്ലിങ് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മടക്കി അതിൻ്റെ ആ ബാലൻസ് വരുന്ന പോർഷനിലേക്ക് നമ്മൾ മൈദയും വെള്ളവും കൂടി, മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അത് അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഊരി വരാണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും. അപ്പോൾ ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഒരു കോണിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി എന്തായാലും ഞാൻ കാണിക്കാം. മുന്നേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോനിങ്ങനെ ഈ സ്നാക്സ് കാര്യങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തോ കുറേ ദിവസമായിട്ട് സമൂസ വേണം എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വന്നിട്ട് എനിക്കിപ്പോൾ തന്നെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എരിവൊന്നും അങ്ങനെ ചേർത്തിട്ടില്ല, മുളക് പൊടിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഗരം മസാലയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും. ഈ ഒരുപാട് പൊടികളൊക്കെ ഇട്ട് ആക്കുന്നതിൽ നിന്നും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ഒരു കോണ് രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ബാക്കി ഫില്ലിങ്ങും എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാ സമൂസയും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സമൂസയും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് ഇന്നത്തേക്ക് മാത്രം എടുത്ത് മാറ്റിയിട്ട് ബാക്കിയെടുത്ത് ഒരു സിപ്പ് ലോക്ക് കവറിലാക്കി മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. പിന്നെ അടുത്തിനി സ്പ്രിങ് റോളിന് വേണ്ടിയിട്ടാണ്. അതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്ത് അതൊന്നിങ്ങനെ റോളാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 എൻഡും ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ മടക്കിയതിട്ട് ആ ഒരു മൈദേൻ്റെ മിക്സ് എൻഡ് പോർഷനിൽ ഇങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്രിങ് റോളിന് വേണ്ടിയിട്ട് മടക്കുന്നത്. രണ്ടും നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണിത് രണ്ടും.
അപ്പോൾ അതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഷീറ്റിലാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫില്ലിങ് നമുക്ക് 2-3 ദിവസത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് മേക്ക് ആൻഡ് ഫ്രീസ് ഐറ്റംസിൽ ഇത് ഇൻക്ലൂഡ് ആക്കാം. നമുക്ക് പെട്ടെന്ന് പിറ്റേ ദിവസത്തേക്കൊക്കെ എടുത്ത് യൂസ് ആക്കുകയും ചെയ്യും. ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പം നാളത്തേക്കുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കൂടുതലാക്കുന്നത് എനിക്ക് അപ്പുറത്തെ വീട്ടിലും കൂടി കുറച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കൂടുതലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ സമൂസ അല്ല സ്പ്രിംഗ് റോളും ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും 2 സമൂസയും സ്പ്രിംഗ് റോൾസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും, ഫ്രീസറിൽ വെക്കും. അതിന് ശേഷം എടുത്ത് ഇന്നത്തേക്കും ഒക്കെ മാറ്റി ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഉള്ളി പക്കോടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ഞാനിവിടെ ചെറുതായിട്ട് 2 വലിയ സവോളയാണ് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ അതിൽ നിന്ന് വെള്ളം പിഴിഞ്ഞിട്ട് ഉള്ള സവാളയാണിത്. അതിലേക്ക് കുറച്ച് മൈദാമാവ്, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെന്താണ് കുറച്ച് മുളക് പൊടി നമ്മുടെ അരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഗരം മസാലയാണ്, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല. പിന്നെ കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ കറിവേപ്പില ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഗ്യാസൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അത് ഇടുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ അതിനാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കുക. എന്നിട്ട് ചെറുതായിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്നിങ്ങനെ കോട്ടായി നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഒരു വെള്ളം മാത്രം മതി. എന്നിട്ട് നല്ലതുപോലെ അത് മിക്സാക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിലുണ്ടല്ലോ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇങ്ങനെ ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ്. ഞാൻ ലാസ്റ്റാണ് കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉള്ളി വടയായിട്ടല്ല, ഉള്ളി പക്കോടയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി വടയായിട്ട് ആക്കുമ്പോഴേക്കും അതിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റായിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എല്ലാം വൈകിട്ടായപ്പോഴേക്കും ഇതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോമ്പ് തുറക്കിയ സമയമായി. ഇപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്നാക്സും പിന്നെ ഫ്രൂട്ട്സും ഡേറ്റ്സും പിന്നെ മുസംബി ജ്യൂസുമാണ്. അപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇഫ്താർ അൽഹംദുലില്ലാ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് മറ്റൊരു ഇഫ്താർ വ്ലോഗുമായിട്ട് കാണുന്നത് വരേക്കും ബൈ.